അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നലെയും മിനിഞ്ഞാന്നും 2-3 ദിവസങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രകൃതിയോട് നാം ചെയ്യേണ്ട നമ്മുടെ കടമകൾ, ബാധ്യതകൾ, ഭൂമിയിൽ വൃക്ഷങ്ങൾ നടുന്നതിനെക്കുറിച്ചും വെള്ളസംഭരണികൾ നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വുളൂ, അംഗസ്നാനം ചെയ്യുമ്പോൾ പോലും വെള്ളം പാഴാക്കാൻ പാടില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മാതൃകാപരമായ ഉപദേശം, അത് ശിരസാവഹിച്ച സ്വഹാബാക്കളുടെ ജീവിത രീതികൾ, അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ നിന്നുള്ള ആ ആദർശ പഠനം, നടത്തിയ പാഠങ്ങൾ, കൊടുത്ത പഠനങ്ങൾ, അതായിരുന്നു വയോധികനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധിയിലും ഒരു വൃക്ഷം നടാൻ ഹേതുകമായത്. നമ്മൾ പറഞ്ഞു, മുഅ്തദ് യുദ്ധത്തിലേക്ക് ധർമ്മസമരത്തിന് വേണ്ടി വിളിച്ച ഏതാനും ചില ആളുകൾ കഠിനമായ ചൂട് കാരണം അതിലേക്ക് പോവാൻ തയ്യാറായില്ല. അവരോട് അല്ലാഹു പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നാറു ജഹന്നമ അശദ്ദു ഹർറ. ദുനിയാവിലെ ചൂടല്ല, ആഖിറത്തിലെ ചൂടാണ് ഏറ്റവും വലിയ ചൂടെന്ന് നമ്മളും മനസ്സിലാക്കേണ്ട, പുതിയ കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. ശീതീകരിച്ചിട്ടും LED ഫാനുകളുടെ താഴെ ഇരുന്നിട്ടും നിർവഹിക്കപ്പെടുന്ന തറാവീഹുകളിൽ ചൂടിൻ്റെ പേര് പറഞ്ഞ് നാം പങ്കെടുക്കാതിരിക്കുമ്പോൾ, മുഅ്തദ് യുദ്ധത്തിൽ നിന്ന് മുഅ്തദ് യുദ്ധകളത്തിൽ നിന്ന് ചൂട് കാരണം പിന്മാറിയ ആ ഒരു വിഭാഗത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞത് ഫരിഹൽ മുഖല്ലഫൂൻ. യുദ്ധത്തിന് പോവാതെ വീടുകളിൽ തന്നെ കഴിഞ്ഞവർ സന്തോഷിച്ചു. എന്താ കാരണം? കഠിന ചൂടിൽ ഞങ്ങൾക്ക് അകപ്പെടേണ്ട എന്ന്. പക്ഷേ ആഖിറത്തിൽ അവർ രക്ഷപ്പെടും എന്നതുപോലെ ഈ കഠിന ചൂടിലും തറാവീഹിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികൾ അവർ വരുന്നത് കാണുമ്പോൾ, നീ നിൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് ഞാൻ ഏതായാലും പോകുന്നില്ല എന്ന് നീ ആശ്വസിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പിറ്റേന്ന് പോയവർ പള്ളിയിലകപ്പെട്ട ചൂടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതല്ലേ ഞാൻ വരാത്തത് എന്ന് നീ പറയുന്നുവെങ്കിൽ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിൻ്റെ ചൂടാണ് ഏറ്റവും വലിയ ചൂട് എന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ പാഠമാണ് ഈ വിശുദ്ധമായ റമദാനിൽ നമുക്കവർക്ക് നൽകാനുള്ളത്. മുഅ്തദ് യുദ്ധമാണ്, ആഖിറത്തിലെ ചൂടാണ് ഏറ്റവും വലിയ ചൂട്. ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആഖിറത്തിലെ ചൂടിനെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുകയാണ്, തുദിനശംസി യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. നാളെ ആഖിറത്തിൽ ഇന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ വരുന്ന സൂര്യനെ നാളെ സൃഷ്ടികളിലേക്ക് വളരെ അടുത്തായി അല്ലാഹു തആല നിർത്തും. ആ സൂര്യനെ ഏതുവരെ? ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു ചാണകലെ എത്രയോ അകലെ നിൽക്കുന്ന സൂര്യൻ്റെ ചൂട്. അസ്തമിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള പ്രഭാതം, ഫജറിൻ്റെ സമയം, സുബ്ഹിൻ്റെ സമയം, ആ സമയത്ത് പോലും നമുക്ക് പ്രകൃതിയുടെ തണുപ്പ് അനുഭവിക്കാൻ കഴിയുന്നില്ല. 12 മണിക്കൂർ
കഴിഞ്ഞു, സൂര്യാസ്തമയം കഴിഞ്ഞിട്ട്. എന്നിട്ടും ഭൗമതലത്തിലേക്കുള്ള സൂര്യൻ്റെ ചൂട്, നേരത്തെ ഉദിച്ച സമയത്ത് ഇവിടെ തങ്ങി നിന്നിരുന്ന ചൂട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ സൂര്യനെക്കുറിച്ചാണ് പറയുന്നത്, തുദിന മിനൽ ഖൽഖി കമിഖ്ദാരി മീലിൻ, ഒരു ചാണകലെ നാളെ സൂര്യനെ കൊണ്ട് നിർത്തപ്പെടുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടിയ ആളുകളുടെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു. ഫയക്കൂനുന്നാസി അലാ ഖദരി അമാലിഹിം ഫിൽ അറഖ്, ജനങ്ങൾ ജീവിതകാലത്ത് അവർ ചെയ്ത അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിലായിരിക്കും. അമല് കുറഞ്ഞവൻ വിയർപ്പിൽ മുങ്ങിത്താവും. അതിലേറെ ഇത്തിരി കൂടെ അമല് ചെയ്തവൻ അവൻ്റെ കഴുത്തുവരെ വിയർപ്പായിരിക്കും. ഇങ്ങനെ ഓരോ അളവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ പറയുന്നു, ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈൻ, ചില ആളുകൾ അവരുടെ വിയർപ്പ് ഞെരിയാണി വരെയായിരിക്കും. ചൂടുകൊണ്ട് വിയർപ്പ് വന്നത് കാരണം വിയർപ്പ് ഞെരിയാണി വരെ വിയർപ്പിലായിരിക്കും അവർ. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈൻ, വേറെ ചില ആളുകൾ അവരുടെ വിയർപ്പ് മുട്ടിൻകാല് വരെയായിരിക്കും. ഞെരിയാണി വരെ വിയർപ്പ് വന്നവർ ഒന്നുകൂടെ അമലിൽ ഒരുപടി മുന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മറ്റൊരു വിഭാഗം മുട്ടിൻകാല് വരെ അവർ വിയർപ്പിലായിരിക്കും. അവർ അമലിൽ മറ്റുള്ളവനെ സംബന്ധിച്ചിടത്തോളം പിറകിലായിരുന്നു. വമിൻഹും മൻ യകൂനു ഇലാ ഹഖറൈഹി, വേറെ ഒരു വിഭാഗം ആളുകൾ അവർ ഇസാറ് വരെ, അവൻ്റെ അരയുടുപ്പ് വരെ, പിന്നെ ഊരക്കെട്ട് വരെ, നടുവരെ വിയർപ്പിലായിരിക്കും. അവർ പിന്നെയും മുട്ടിൻകാല് വരെ വിയർപ്പിൽ നിൽക്കുന്നവരുടെ അത്ര തന്നെ അമലുകൾ ചെയ്യാത്തവരാണ്. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വ വമിൻഹും മൻ യുൽജിമുഹുൽ അറഖു ഇൽജാമ, വേറൊരു വിഭാഗം വിയർപ്പിൽ അവർ മുങ്ങിപ്പോവും, തീരെ നന്മകൾ ചെയ്യാത്തവർ. ഇതാണ് ആഖിറത്തിൽ മഹ്ശറ വൻസഭയിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഓരോരുത്തരുടെയും അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിൻ്റെ അളവിൽ വർധനവുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തണം. ചൂട് നമുക്കവിടെ ഒരു തടസ്സമാവരുത്. ഏതുപോലെ മുഅ്തദ് യുദ്ധത്തിൽ നിന്ന് ഏതാനും ആളുകൾ ചൂടിൻ്റെ പേര് പറഞ്ഞ് പിന്തിരിഞ്ഞപ്പോൾ അവർക്ക് പ്രചോദനമായത് ദുന്യാവിലെ ശീതീകരിച്ച മുറികളാണെങ്കിൽ റസൂൽ അല്ലാഹു പറഞ്ഞത് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, അല്ല, ദുനിയാവിലെ ചൂടല്ല വലുത്, ആഖിറത്തിലെ ചൂടാണ്. ഈ ഒരു ചിത്രം, ആഖിറത്തിൻ്റെ ഒരു നേർചിത്രം നമുക്ക് മുന്നിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും നല്ല മാർഗം പരോപകാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ചാരിറ്റികൾ, അത് നമ്മൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അസ്വദഖത്തു റദ്ദുൽ ബലായ, നിനക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെ തടയുക, അത് നിൻ്റെ ദാനധർമ്മങ്ങളാണ്. മറ്റുള്ളവൻ്റെ കരങ്ങളിലേക്ക് നീ നീട്ടിവെക്കുന്ന തുട്ടുകളാണ്, കാരുണ്യത്തിൻ്റെ ഹസ്തങ്ങളാണ്. അതുകൊണ്ട് നീ എപ്പോഴും സദഖകളിൽ വ്യാപൃതനാവണം, ദാനശീലമുള്ളവനാവണം. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ഇന്ന സദഖത ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. ഇന്ന സദഖത, തീർച്ചയായിട്ടും ദാനധർമ്മം, ലതുത്ഫിഉ അൻ അഹ്ലിഹാ, ദാനം ചെയ്യുന്ന ദാനശീലരായ ആളുകൾക്ക് വേണ്ടി അത് ശമിപ്പിക്കും, അത് ഇല്ലായ്മ ചെയ്യും. എന്തിന്? ഹർറൽ ഖുബൂർ, നാളെ ഖബറിൽ കിടക്കുമ്പോൾ അവനനുഭവിക്കുന്ന ചൂടിൻ്റെ കാഠിന്യത്തെ.
ചൂടിൻ്റെ കാഠിന്യത്തെ ശമിപ്പിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു അസ്സദഖത്തു റദ്ദുൽ ബലായ, ദാനധർമ്മങ്ങൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ സഹായമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ദാനധർമ്മങ്ങൾ ഖബറിൽ അനുഭവിക്കുന്ന ചൂട്, ആ ചൂടിനെ കെടുത്തിക്കളയുന്നതാണ്. അപ്പോൾ ദാനധർമ്മങ്ങൾ എന്നത് മറ്റുള്ളവന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ദുനിയാവിലും നമുക്കുപകാരമാണ്, ആഖിറ ലോകത്തും നമുക്കുപകാരമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദാനധർമ്മങ്ങളെ നിങ്ങൾ അധികരിപ്പിക്കണം. വിശുദ്ധമായി ഈ മാസത്തിൻ്റെ ആ പേര് വളരെ ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഷഹറുൽ മുവാസാത്ത് എന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ബാക്കിയിൽ കാണാം, നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ന സദഖത ലതുത്ഫി അൻ അഹ്ലി ഹർറുൽ ഖുബൂർ, അതിൻ്റെ ബാക്കിയിൽ കാണാം വഇന്നമാ യസ്തദില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമ, ഒരു മുഅ്മിനിന് ഖിയാമത്ത് നാളിൽ തണൽ കൊടുക്കുന്നത് ഫീ ലില്ലി സദഖതിഹി, അവൻ്റെ സദഖയാണ് അവന് നാളെ തണലായി മാറുക. അവൻ നാളെ തണലിൽ നിൽക്കുന്നുവെങ്കിൽ ദുന്യാവിൽ വച്ച് അവൻ നൽകിയ ദാനധർമ്മങ്ങളാണ്. അള്ളാഹു അത്തരത്തിൽ നാളെ ആഖിറത്തിൽ നമുക്ക് തണുപ്പേകാൻ, നമുക്ക് തണലേകാൻ പര്യാപ്തമാകുന്ന ദാനധർമ്മങ്ങളിൽ ഈ വിശുദ്ധ മാസത്തിലടക്കം നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ലില്ലിഹി യൗമ ലാ ലില്ല ഇല്ലാ ലില്ലുഹു. സബ്അത്തുൻ, 7 വിഭാഗം ആളുകൾ. ആ 7 വിഭാഗം ആളുകൾക്ക് യുളില്ലുഹുമുല്ലാ, അല്ലാഹു തആല അവർക്ക് തണലേകും. എപ്പോ? ഫീ ലില്ലിഹി, അവൻ്റെ തണൽ കൊടുക്കും. യൗമ ലാ ലില്ല ഇല്ലാ ലില്ലുഹു, അവൻ്റെ തണലല്ലാതെ മറ്റൊരു തണൽ പ്രതീക്ഷിക്കാനില്ലാത്തൊരു ദിവസം. അവൻ്റെ തണൽ മാത്രമേ അന്ന് തണലായിട്ടുള്ളൂ. ഒരു ഉറുമ്പിന് പോലും തണൽ നൽകാൻ കിട്ടാൻ കഴിയാത്ത അത്രയും ചൂടുകൊണ്ട് വിഷമിക്കുന്ന നാളെ മഹ്ശറ വൻസഭ, ആ വൻസഭയിൽ അള്ളാഹു പ്രത്യേകക്കാർക്ക് പ്രത്യേകമായ തണലേകും. അങ്ങനെ 7 വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാര ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി, ഭരണീയരോട് കൂറു പുലർത്തിക്കൊണ്ട് 100% ഭരണീയരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ക്ഷേമത്തിന് വേണ്ടി പക്ഷപാതത്തോടുകൂടെ പെരുമാറാത്ത ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരികൾ. ഇത്തരത്തിലുള്ള ഹദീസുകളായിരുന്നു 4 ഖലീഫമാരെയും നീതിമാന്മാരാക്കി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാർത്തെടുത്തതിൻ്റെ പിന്നിൽ. നൈൽ നദിയുടെ തീരത്ത് ചത്തടഞ്ഞ ആട്ടിൻകുട്ടിക്ക് ആര് സമാധാനം പറയും എന്നാലോചിച്ച് രാത്രിയുടെ യാമങ്ങളിൽ ഗ്രാമങ്ങളിൽ കറങ്ങി നടന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ശിക്ഷണം ഈ പ്രവാചകരായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും, ശത്രുതകളില്ലാത്തൊരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുകയുണ്ടായി. ആടും ചെന്നായയും ഒരൊറ്റ പറമ്പിൽ മേച്ചു നടക്കുന്ന കാലഘട്ടമെന്നാണ്. ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് നല്ല ഭരണാധികാരികളായി വന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബൈത്തുൽ മുഖദ്ദസ്, ഗാസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, അവിടുത്തെ കരളലിയിപ്പിക്കുന്ന നേർചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കാണുമ്പോൾ, ക്രൂരമായ ഹൃദയമായ ബനു ഇസ്രായേലുകാരൻ്റെയും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലോക പോലീസ് ചമയുന്ന അമേരിക്കക്കാരൻ്റെയും ക്രൂര മനസ്സുകളെ നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് ഒരു കാലത്ത് ഖുദ്സിൻ്റെ ഭരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അബൂ തുൽഹയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയുണ്ടായി. ആ പിടിച്ചെടുത്ത് അന്ന് ക്രൈസ്തവരുടെ കരങ്ങളിൽ
ഭദ്രമായിരുന്ന ആ ഒരു ഭരണം അബൂ ത്വൽഹയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ ക്രൈസ്തവർ ഉമർ റളിയല്ലാഹു അൻഹു ആ ചടങ്ങിന്, ആ ചെങ്കോൽ കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ക്രൈസ്തവർ ഒരു പരാതി പറഞ്ഞു. കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ സന്തോഷ നാള് വരുമ്പോൾ കുരിശേന്തി ഒരു പ്രകടനം ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു. അടുത്ത വർഷം ഞങ്ങൾക്കത് നടത്താൻ കഴിയുമോ എന്ന്. അവിടെ നിന്ന് പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ ഫലസ്തീനിൻ്റെ മണ്ണിൽ നിങ്ങൾ എന്തെല്ലാം നന്മകളാണോ, എന്തെല്ലാം പ്രവൃത്തികളാണോ ചെയ്തത്, അതിന് ഇനിയും നിങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോവാം. അതായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഫലസ്തീനിൻ്റെ ഭരണം, അതായിരുന്നു അബൂ ത്വൽഹയുടെ ഭരണം, അതായിരുന്നു ഇസ്ലാമിൻ്റെ രണ്ടാമത് ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീനിൻ്റെ ഭരണം ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്നപ്പോൾ കൊടുത്ത ഉപദേശം. അവിടെയൊന്നും ഒരാളുടെയും ഒരുവിധ ചേതോവികാരത്തെ പോലും ഹനിക്കാൻ ഇസ്ലാമും ഭരണാധികാരികളും തയ്യാറായിരുന്നില്ല. കാരണം മുസ്ലിമീങ്ങൾക്ക് വലുത് പരലോകമാണ്. അവിടെ രക്ഷപ്പെടുന്നവൻ അള്ളാഹുവിൻ്റെ തണൽ കിട്ടും എന്ന് വിശുദ്ധമായ ഹദീസിലൂടെ, പ്രവാചകൻ്റെ തിരുമൊഴിയിലൂടെ അവർ പഠിച്ചത് ഇമാമുൻ ആദിൽ 7 വിഭാഗത്തെയാണ് പഠിപ്പിക്കുന്നത്. അതിൽ പരമമായി പ്രധാനമായി മുഖ്യമായി എണ്ണിയത് ഭരണാധികാരി, നീതിമാനായ ഭരണാധികാരിയെയാണ്. അതുകൊണ്ട് ആധുനിക ലോകത്തെ ഓരോ ഭരണാധികാരിയും അത് ചിന്തിക്കേണ്ടതും അത് തന്നെയാണ്. തൻ്റെ ഭരണീയരോട് എത്രത്തോളം കാരുണ്യക്ഷമതയോടുകൂടെ പെരുമാറാൻ കഴിയുമോ അതാണ് ഓരോ ഭരണകർത്താവും ഇന്ന് ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. കണ്ടാസ്വദിക്കാതെ ഇന്നല്ലെങ്കിൽ നാളെ അത്തരത്തിലുള്ള കരാളഹസ്തങ്ങൾ ഗാസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നേരെയാണെങ്കിൽ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഗാസയിൽ മുസ്ലിം ആരാധനാലയങ്ങൾ മാത്രമല്ല, ക്രൈസ്തവരുണ്ട്, ജൂതരുണ്ട്, അവരുടെയൊക്കെ ആരാധനാലയങ്ങളുണ്ട്, ആതുര സേവനാലയങ്ങളുണ്ട്. ഇതിനെല്ലാം നേരെ ഇസ്രായേലുകാരൻ്റെ കരാളഹസ്തങ്ങൾ നീളുമ്പോൾ അതിന്ന് ഫലസ്തീനിലെ മക്കളിൽ മാത്രം പരിമിതമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ അത് നീളാനുള്ളത് നമ്മിലേക്കാണ്. അവർക്കാവശ്യം ഒരു രാജ്യത്ത് കിടക്കാൻ സ്ഥലം കൊടുത്തതാണ് ഫലസ്തീനിൻ്റെ മക്കൾ അവരോട് ചെയ്ത ക്രൂരത. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജൂതർ അവരുടെ സ്വഭാവ ദൂഷ്യം കാരണം ഓടിക്കപ്പെട്ടപ്പോൾ അന്ന് ലോലഹൃദയരായ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ, ഫലസ്തീനിലെ ഭരണീയർ, ഫലസ്തീൻ ജനത അഭയം നൽകിയ, ചോറ് കൊടുത്ത കൈക്ക് കൊത്തുന്ന കോഴികളുടെ സ്വഭാവമാണ് ഇന്ന് ഇസ്രായേലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾ, മർദ്ദിതരായ ആ വിഭാഗത്തിന് ഈ വിശുദ്ധമായ റമദാനിൻ്റെ അവൻ്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാൻ അവർക്കും നമുക്കുമൊക്കെ അനുകൂലമായി അള്ളാഹു സാക്ഷി നിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.